നമസ്കാരം. അർഹതയില്ലാത്ത ഉടമസ്ഥാവകാശം നേടിയെടുക്കാനുള്ള ഇടത് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് പിന്നാലെ പിണറായി സർക്കാരിനെ പ്രശംസിച്ചവരെല്ലാം ഏറിൽ കയറുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. 2 മണിക്കൂർ സമയം കൊണ്ട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജയാവകാശം പൂർണ്ണമായി സ്വന്തം തലയിലേക്ക് ചാർത്തി നൽകിയ ഇടത് നേതാക്കളുടെ പ്രസംഗങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. എന്നാൽ ആ 2 മണിക്കൂർ മാത്രമേ ഇത് തങ്ങളുടെ പദ്ധതിയാണ്, തങ്ങളുടെ വിജയമാണ് എന്ന് പറയാൻ ഇടത് നേതാക്കളെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. ഇതിനുശേഷം ജനത്തിന്റെ ഊഴമാണ് അവർ പ്രതികരിച്ചു തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓരോ നിലപാടുകളും, മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവർത്തനങ്ങളും എണ്ണിയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യരുടെ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു ഇത്. ഇതിന്റെ ഉൾക്കാമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ പലരും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണെന്ന് കുറിക്കാനായി മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. വൻകിട പദ്ധതികൾ എല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുന്നു. അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിഷേധാർഢ്യവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്ക് ഒരു മാതൃകയാകുകയാണ്. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് മുന്നിൽ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി മുഖ്യമന്ത്രി നിലകൊള്ളുന്നു എന്നതായിരുന്നു ദിവ്യ വ്യക്തമാക്കിയിരുന്ന പ്രസംഗം. ഈ പ്രസംഗത്തിന് പിന്നാലെ കളക്ടർ ദിവ്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായിട്ടുള്ള ഡോക്ടർ S സരിൻ എന്ന വ്യക്തി. മുൻപും മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ടെന്നും അവരോട് ചോദിച്ചു നോക്കിയാൽ കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയുടെ പേരുകൾ പറഞ്ഞു തരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാപിശകുകൾ ഉണ്ടായിരിക്കുന്നതെന്നും കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ദിവ്യ, കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലായിട്ടുണ്ട്. ലിസ്റ്റ് ഞാൻ പറയുന്നില്ല, ഒന്ന് മാത്രം പറഞ്ഞു തരാം. മുൻപും മിടുക്കരായ IAS ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കിയാൽ മതി, പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ എന്തെന്നും. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാപിശകുകൾ ഉണ്ടാകുന്നത്. തിരുത്തുമല്ലോ. ഇതായിരുന്നു കുറിപ്പ്. എന്തായാലും ഇങ്ങനൊരു കുറിപ്പ് വളരെ അനുയോജ്യമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ പാതി വഴിയിലിടുന്നതും ഓരോ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിന്റെ ഫണ്ട് തിരിമറിക്കുന്നതുമല്ലാതെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിജയകരമായി പൂർത്തീകരിച്ച ഒരു പദ്ധതി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ വിരളം തന്നെയാണ്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി, അത് സത്യമാണ്. പക്ഷേ അത് ഒരു കാലത്ത് അവർ എതിർത്ത പദ്ധതി തന്നെയായിരുന്നു എന്നത് കൂടെ ഓർക്കണം. എന്തായാലും മുഖ്യമന്ത്രിയുടെ കള്ളക്കളികൾ എല്ലാം പുറത്തു വരുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു കൊണ്ടുവരുന്നവർക്കൊക്കെ മറുപടിയുമായി ജനങ്ങൾ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുന്നത്.